എക്സോ ടൈപ്പ് ഡിഷ് വാഷ് ഫോർമുല നിങ്ങൾക്ക് ഇനി സ്വന്തം. നമ്മുടെ വീടുകളിൽ ദിവസവും ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് പേസ്റ്റ് ടബുകൾ 1 കിലോ ഉണ്ടാക്കാൻ ചെറിയ ചെലവ് മാത്രമേ വരുന്നുള്ളൂ എന്ന് നിങ്ങൾക്കറിയാമോ? എന്നാൽ വിപണിയിൽ ഇതിന് നല്ല വിലയാണ് താനും. വലിയ മെഷീനുകളോ ഫാക്ടറികളോ ഒന്നുമില്ലാതെ വീട്ടിലിരുന്ന് കൈകൊണ്ട് ഉണ്ടാക്കി മികച്ച ലാഭത്തിൽ വിൽക്കാൻ പറ്റുന്ന ഡിഷ് വാഷ് പേസ്റ്റ് മേക്കിംഗ് ഫോർമുലയാണ് ഇന്നിവിടെ പറയുന്നത്. അതിൻ്റെ നിർമ്മാണ രീതിയും പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുണ്ടാക്കുന്ന സമയത്ത് കുട്ടികളെ ആ ഭാഗത്ത് നിന്ന് അകറ്റി നിർത്തുക. കൂടാതെ നല്ല നീളമുള്ള ഗ്ലൗസ് കൈകളിൽ അണിഞ്ഞിരിക്കണം. കണ്ണിന്റെ സുരക്ഷയും നിങ്ങൾ നോക്കുക. കെമിക്കലാണ് ഇവിടെ പറയുന്നത്. 1 കിലോ ഉണ്ടാക്കാനുള്ള ചേരുവകളാണ്. 1 കിലോ പേസ്റ്റ് ഉണ്ടാക്കാൻ കൃത്യമായ അളവുകളാണ് പറയുന്നത്. ഏറ്റവും ആദ്യം ആസിഡ് സ്ലറി ലപ്സ 90%, 50 ഗ്രാം വേണം. ഇതാണ് പ്രധാന ക്ലീനിങ് ഏജന്റ്. സെക്കൻഡ് വൺ ഈസ് സോഡ ആഷ്, അതായത് സോഡിയം കാർബണേറ്റ്, 150 ഗ്രാം വേണം. ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാനും ക്ലീനിങ്ങിനുമാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ പ്രോഡക്റ്റ് ആണ് സോഡിയം സിലിക്കേറ്റ് ലിക്വിഡ്, 40%, 50 ഗ്രാം വേണം. പേസ്റ്റിന് നല്ല തിളക്കവും ഘടനയും നൽകാനാണ് ഇത് ഉപയോഗിക്കുന്നത്. നാലാമത്തെ പ്രോഡക്റ്റ് സോഡിയം സൾഫേറ്റ്, 100 ഗ്രാം. പേസ്റ്റിന് കട്ടിയും വോളിയവും കൂട്ടാൻ ഇത് ഉപയോഗിക്കുന്നു. അടുത്തതാണ് ഉപ്പ്, സോഡിയം ക്ലോറൈഡ്, 30 ഗ്രാം. ഈ കട്ടി പാകമാക്കാൻ, അതായത് ഈ പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ അതിന്റെ കട്ടി നോക്കാൻ വേണ്ടിയിട്ടാണ്, പാകമാക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത്. അടുത്തത് വേണ്ടത് DM വാട്ടർ അല്ലെങ്കിൽ RO വാട്ടർ, 614 മില്ലി അല്ലെങ്കിൽ ഗ്രാം. ഓക്കെ, ഇത്രയാണ് സംഭവങ്ങൾ വേണ്ടത്. അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് വേണ്ടത് ലെമൺ പെർഫ്യൂം 5 മില്ലി വേണം. യെല്ലോ അല്ലെങ്കിൽ ഗ്രീൻ കളർ വേണം. ഒരു നുള്ള് പ്രിസർവേറ്റീവ്, അതായത് DMDM ഹൈഡാൻടോയിൻ എന്ന് പറയും, 1 ml വേണം. ഈ പറഞ്ഞ പ്രോഡക്റ്റുകളെല്ലാം കേട്ട് പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങളുടെ ടൗണിൽ സോപ്പ് മെറ്റീരിയൽസ് വിൽക്കുന്ന കടകൾ കാണും, എവിടെയെങ്കിലുമൊക്കെ കാണും. ഒന്ന് സെർച്ച് ചെയ്യുക. അവിടെ ഈ പ്രോഡക്റ്റ് എല്ലാം നിങ്ങൾക്ക് 1 കിലോയുടെ കിറ്റായിട്ട് തന്നെ കിട്ടും. ഇനി അതല്ലെങ്കിൽ ഈ അളവിൽ തൂക്കി മേടിക്കാനും പറ്റും. ഇനി ഉണ്ടാക്കുന്ന വിധം: ഒരു പ്ലാസ്റ്റിക് ജാർ എടുക്കുക, വലിയ ജാറായിരിക്കണം, എടുക്കുക. അതിൽ 400 ml വെള്ളം എടുത്ത് അതിലേക്ക് 150 ഗ്രാം സോഡ ആഷ് ചേർത്ത് നന്നായിട്ട് അലിയിക്കുക. ഇത് ഇളക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വലിയൊരു ചിരട്ടത്തവിയോ ഇല്ലെങ്കിൽ വലിയൊരു തടിക്കഷ്ണമോ എന്തെങ്കിലും എടുക്കുക. ഗ്ലൗസ് ഉപയോഗിച്ചുകൊണ്ടേ ചെയ്യാൻ പാടുള്ളൂ. സ്റ്റെപ്പ് 2, ഇതിലേക്ക് 50 ഗ്രാം ആസിഡ് സ്ലറി കുറേശ്ശെയായിട്ട് ഒഴിച്ച് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഇളക്കുന്ന സമയത്ത് ചെറിയ ചൂടും പതയും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. മൂന്നാമത്തെ സ്റ്റെപ്പ്, അടുത്തതായി സോഡിയം സിലിക്കേറ്റും സോഡിയം സൾഫേറ്റും ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതിന്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി മാറി വരുന്നതായിട്ട് കാണാം. അടുത്ത സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ്, പേസ്റ്റിന് നല്ലൊരു ക്രീം പരുവം കിട്ടാൻ 30 ഗ്രാം ഉപ്പ് കുറേശ്ശെയായിട്ട് ചേർത്ത് ഇളക്കുക. ഈ ഉപ്പ് ചേർക്കുമ്പോഴാണ് അതിനൊരു ക്രീമായിട്ട് മാറുന്നത്. സ്റ്റെപ്പ് 5, ഇനി ഇതിലേക്ക് ലെമൺ പെർഫ്യൂമും കളറും 1 ml പ്രിസർവേറ്റീവും ബാക്കിയുള്ള വെള്ളവും ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിക്കുക. ഒറ്റയടിക്ക് പറഞ്ഞു എന്ന് കരുതി ഒറ്റയടിക്ക് ഇടണ്ട, ഓരോന്നോരോന്നായിട്ട് ഇട്ട് ഇളക്കുക. അതിനുശേഷം അടുത്ത ഐറ്റം ഇടുക, വീണ്ടും ഇളക്കുക. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതെല്ലാം കഴിയുമ്പോൾ pH ലെവൽ ചെക്ക് ചെയ്യണം. അതിനു വേണ്ടിയുള്ള ഷീറ്റ് ആ കടയിൽ തന്നെ കാണും. അവിടെ നിന്നൊരു ഷീറ്റ് മേടിച്ചുകൊണ്ട് പോവുക. ഇതിന് ഈ ഒരു പ്രോഡക്റ്റിന് 7നും 8നും ഇടയിലായിരിക്കണം pH ലെവൽ. അതായത് നമ്മളുടെ കൈകൾക്ക് സുരക്ഷിതമായ അളവാണ്. സാധാരണ നമുക്ക് ലോക്കലായിട്ട് കിട്ടുന്ന ഈ ഡിഷ് വാഷ് പേസ്റ്റുകളിൽ ആരും തന്നെ ഇതൊന്നും ചെക്ക് ചെയ്യത്തില്ല. അതാണ് വീട്ടമ്മമാർ പരാതി പറയുന്നത്, കൈ വെട്ടുന്നു, കയ്യിൽ ഇറിറ്റേഷൻ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നത്. ഈ അളവ് ചെക്ക് ചെയ്തതിനു ശേഷം കുമിളകൾ മാറാനായി, ഇതിന് മേളിൽ ഇങ്ങനെ ബബിൾസ് ഉണ്ടായി നിൽക്കും, ആ കുമിളകൾ മാറാനായിട്ട് 1 മണിക്കൂർ മാറ്റി വെക്കുക. നിങ്ങളുടെ സൂപ്പർ ക്വാളിറ്റി ഡിഷ് വാഷ് പേസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് പാക്ക് ചെയ്യാനുള്ള ടബ് കിട്ടും. അതും ആ കടയിൽ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഇല്ലെങ്കിൽ അടുത്ത കട അവർ പറഞ്ഞു തരും. ഈ ടബ് വാങ്ങിച്ചുകൊണ്ട് വരിക. അതിനകത്ത് 500 ml ആണോ 1 ലിറ്റർ ആണോ അത് നിങ്ങൾ നോക്കുക. അതനുസരിച്ച് പാക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നല്ല സ്റ്റിക്കർ ഒട്ടിക്കുക. സാധാരണ അറിയാമല്ലോ, പച്ച കളറിൽ ഇങ്ങനെയൊക്കെയാണ് സ്റ്റിക്കർ വരാറുള്ളത്. നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ പേര്, ഡീറ്റെയിൽസ് എല്ലാം എഴുതിയ സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് റെഡി ആയി കഴിഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ടൗണിൽ ഉള്ള സോപ്പ് മെറ്റീരിയൽസ് കിട്ടുന്ന കടയിൽ നിന്ന് 1 കിലോ കൂട്ട് വാങ്ങുക.
എന്നിട്ട് ഉണ്ടാക്കി നോക്കുക. ശേഷം അത് നിങ്ങൾ തന്നെ ഉപയോഗിക്കുക. അയൽക്കാർക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ഉപയോഗിക്കാൻ കൊടുക്കുക. അവരുടെ അഭിപ്രായം ശേഖരിക്കുക. എന്തെങ്കിലും വ്യത്യാസം വരുത്താനുണ്ടെങ്കിൽ വരുത്തുക. ശേഷം മാർക്കറ്റ് സ്റ്റഡി കൂടെ നടത്തി മാർക്കറ്റിൽ ഇറങ്ങുക. അതായിരിക്കും സേഫ്. ഇവിടെ നിങ്ങൾക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത്, നിങ്ങൾ ഈ പലചരക്ക് കടകൾ വഴി വിൽക്കുന്നത് നോക്കാതെ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, കാറ്ററിംഗ് യൂണിറ്റുകൾ എന്നിവയ്ക്ക് 500 ഗ്രാം 1 കിലോ ടബുകളായിട്ട് ഹോൾസെയിൽ റേറ്റിൽ നൽകിയാൽ സ്ഥിരമായ ഓർഡറുകൾ ലഭിക്കും, നല്ല ലാഭവും ഉണ്ടായിരിക്കും. അടുത്തൊരു ഐഡിയയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.